അപ്പോഴേ ഞാനും എൻ്റെ രണ്ടാമത്തെ ആളും കൂടി ടെറസിൽ കയറിയേക്കാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറിയേക്കണതാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക്. അപ്പോൾ രണ്ട് പയറുണ്ടായിട്ടുണ്ട്, നല്ല നീളമുള്ള പയറാണേ. പിന്നെ അത് വീണ്ടും ഉണ്ടായി കിടക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് നാളെയും നാളെ കഴിഞ്ഞത്തേക്കൊക്കെയാണ് റെഡി ആവത്തുള്ളൂ. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ള പയറൊക്കെ പറിച്ചിട്ട് ഫ്രിഡ്ജിലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒരു ബോക്സിലാക്കി വെക്കും. അപ്പോൾ 1-2 ദിവസമൊക്കെ നമുക്ക് കിട്ടുന്നത് ഒരു തോരനായിട്ടൊക്കെ ഉണ്ടാക്കാനായിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ 1-2 കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊരു തോരനായിട്ട് ഉണ്ടാക്കാനുണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് വെക്കും. നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കുമ്പോൾ അത് ചീത്തയായി പോകത്തൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ തോരനൊക്കെ ഉണ്ടാക്കാറ്. പിന്നെ നമ്മുടെ വെള്ളരി വിളവെടുക്കാറായിട്ടുണ്ട്, നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വെള്ളരിയാണ് കേട്ടോ. ഇത് ഞാൻ നട്ടതല്ലായിരുന്നു, ഇത് ഞാൻ വീട്ടിൽ മേടിച്ച വേസ്റ്റ് ഇട്ടപ്പോൾ അതിൽ നിന്ന് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നല്ല ഇനമായതുകൊണ്ട് തന്നെ ഞാനത് പഴുപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വിത്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ അത് പറിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഒരെണ്ണം കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ, വയ്ക്കാറായിട്ടില്ല. അത് ജസ്റ്റ് ചെറുതാണ്, അത് കുറച്ചുകൂടെ വലുതായിട്ട് നമുക്കതും ഇതുപോലെ തന്നെ പഴുത്തിട്ട് പറിക്കാമെന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ അത് നമ്മൾ പച്ചമുളക് നട്ടിട്ടുള്ള ഗ്രോ ബാഗിലാണ് അതും ഉണ്ടായേക്കണേ കേട്ടോ. അപ്പോൾ പച്ചമുളകും അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള മക്കളും കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിളവെടുക്കുന്ന സമയത്ത് ഞാൻ മക്കളെയും കൂട്ടാറുണ്ട്, കാരണം അതൊക്കെ കാണുമ്പോൾ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, അവർക്ക് വിളവെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ അവരെ കൂട്ടുന്ന സമയത്ത്, എന്നാലാണ് നമ്മളിത് നടുന്ന സമയത്തും അവർ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് പറയും, ഇതുപോലെ വിളവെടുക്കണമെങ്കിൽ ഞാൻ നടുന്ന സമയത്ത് നിങ്ങൾ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം, എന്നാലാണ് ഇതുപോലെയൊക്കെ പറിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. എന്നെ ഏകദേശം എന്താ പറയുക 3 പേരും അവരെയും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവർ വന്ന് വെണ്ടയ്ക്കൊക്കെ പറിച്ചെടുത്തു. പിന്നെ ഒരു പാവയ്ക്ക ഉണ്ടായിരുന്നു, പാവയ്ക്ക അധികം ഉണ്ടാവണില്ല കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിലവിൽ വീട്ടിൽ തക്കാളി ഉള്ളതുകൊണ്ട് ഞാൻ പറിക്കാണ്ട് നിർത്തിയേക്കുവാണ്. പിന്നെ എന്നാന്നറിയത്തില്ല, ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ അത് പറിക്കില്ലേ, അത് വലുതാവട്ടെ. ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പറിക്കാൻ തോന്നാറില്ല കേട്ടോ. ഞാൻ നട്ട് എന്താ പറയുക പരിപാലിക്കുന്നതുകൊണ്ടാണോന്ന് അറിയത്തില്ല, ഇതിങ്ങനെ നിൽക്കണ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പറിക്കാൻ തോന്നാറില്ല. ഇത് കുറച്ചും കൂടി പഴുക്കട്ടെ കേട്ടോ, കുറച്ചും കൂടി പഴുക്കാനൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഇങ്ങനെ കെട്ടിക്കൊടുത്തേക്കുവാണ് കേട്ടോ ഓരോ തണ്ടും. കാരണം ഓരോ തണ്ടും ആ ഒരു തക്കാളിയുടെ വെയിറ്റ് കൊണ്ട് ഒടിഞ്ഞ് പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കെട്ടിക്കൊടുത്തേക്കുവാണ്. ഇത് ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ചെറിയ തക്കാളിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതിൻ്റെ തണ്ട് ഇത് എവിടെ വച്ചിട്ട് കാണിച്ചു തരാവേ. അതെ ഇവിടെ വെച്ചിട്ട് കണ്ടോ, ഇവിടെ വെച്ചിട്ടിത് തക്കാളിയൊക്കെ ഈ തവണ നട്ടിട്ട് ഇതുപോലെ ഇലയൊക്കെ ചുരുണ്ട് എന്തോ അങ്ങനെ അസുഖം ബാധിച്ച് പോവാണ് കേട്ടോ. വെള്ളീച്ചയുടെ പ്രശ്നമല്ല. വെള്ളീച്ചയുടെ പ്രശ്നമാണെങ്കിൽ അതിൻ്റെ ഇലകളുടെ അടിയിലൊക്കെ അങ്ങനെ കാണത്തില്ലേ, പക്ഷെ അതൊന്നും കാണുന്നില്ല കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, കുറേ അങ്ങനെ ചുരുണ്ട് കുറേ തക്കാളി നശിച്ചു പോകുന്നുണ്ട്. പിന്നെ നല്ല വെയിലാണ്, അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് കുക്കുംബറാണ് കേട്ടോ, ഹൈബ്രിഡാണ്. നമുക്ക് 2-3 ഉണ്ടായി കിട്ടിയായിരുന്നു, പക്ഷെ കാഞ്ഞിരക്കുരുവിൻ്റെ കയ്പ്പായിരുന്നു കേട്ടോ. അതുപോലെ കയ്പ്പായിരുന്നു. അത് എന്നാന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ കുക്കുംബർ കയ്പ്പ് എന്താണെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ നട്ടേക്കുന്നത് കുറേ ക്യാബേജ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഏകദേശം നമ്മൾ വിളവെടുക്കേണ്ട സമയമൊക്കെ ആയിട്ടോ. നമുക്ക് ലേറ്റായിട്ടാണ് കൃഷിഭവനിൽ നിന്ന് ഈ ഒരു ക്യാബേജൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് നമുക്കതിൻ്റെ വിളവും കിട്ടിയിട്ടുള്ളത്. എൻ്റെ വിചാരം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ക്യാബേജ് ഉണ്ടാവില്ല എന്നായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾക്ക് ഒരു കറിക്കൊക്കെ ഉണ്ടാക്കാനുള്ളത് എന്തായാലും നമുക്ക് ക്യാബേജിൽ നിന്നും കോളിഫ്ലവറിൽ നിന്നും കിട്ടും. അപ്പോൾ ഇനിയാണെങ്കിലും എന്താ പറയുക, നിങ്ങളൊക്കെ ആണെങ്കിലും ക്യാബേജും കോളിഫ്ലവറൊക്കെ കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ മേടിച്ച് വെക്കാം. കാരണം അടിവളം നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ക്യാബേജും കോളിഫ്ലവറും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ബാക്കിയുള്ള വെജിറ്റബിൾസ് പോലെയല്ല. പിന്നെ ഞാൻ ഒരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് കോവലം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പുഴുവിനെയും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശലഭം മുട്ടയിട്ടിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്നാലും നമുക്ക് കുറേയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കുറേ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെയൊക്കെ ബൈ, താങ്ക് യു.